സമീപത്തെ കിണറുകൾ തീർത്തും ഉപയോഗശൂന്യമാണ്. വാഗ്ദാനങ്ങൾ നൽകാൻ സംഘാടകർക്കോ സഭയ്ക്കോ യാതൊരു മടിയുമില്ലെന്നും പക്ഷേ വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും ഇവർ പറയുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചപ്പോൾ സഭയും സംഘാടകരും വലിയൊരു ഔദാര്യം ചെയ്തു. സമീപത്തെ വീടുകളിലേക്കെല്ലാം പൈപ്പ് കണക്ഷൻ. എന്നാൽ ഈ പൈപ്പിൽ കൂടി വെള്ളം വരണമെങ്കിൽ IPC നടത്തിക്കുക തന്നെയാണ്. സമീപവാസികൾ കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും വരെ പരാതി നൽകി. കോയിപ്പുറം പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ 11/3/2010 സമീപത്തെ കിണറുകളിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിയത് ആരോഗ്യവകുപ്പ് തന്നെ. നൈട്രേറ്റുകളുടെയും വിവിധ pH വാല്യൂകളും അമോണിയത്തിന്റെ അളവും അപകടകരമാണെന്നും വെള്ളത്തിൽ കലർന്നിരിക്കുന്നു. ഇവിടുത്തെ വെള്ളം യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലെന്ന റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ട് സമീപവാസികൾ പഞ്ചായത്തിന് നൽകി. പഞ്ചായത്ത് IPCയുടെ ചുമതലക്കാരുടെ വിശദീകരണം തേടി ഇവർ കത്തും നൽകി. 22/6/2010 നൽകിയ കത്തല്ലാതെ മറ്റൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും പരാതിയുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണവും താമസവും ഇവിടെ അറേഞ്ച് ചെയ്യുകയും അതിന്റെ അവർ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ മലിനവെള്ളം ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പ്ലാന്റോ മറ്റു സൗകര്യങ്ങളോ ഇവിടെയില്ല. വെറും കുഴി കുഴിച്ച് അതിലൂടെ ഒഴുക്കി വിടുന്നത് മൂലം ഈ വെള്ളം മൊത്തം സമീപത്ത് താമസിക്കുന്നവരുടെ കിണറ്റിലേക്ക് വരികയും അത് കുടിവെള്ളം മലിനമാകുകയും ചെയ്തിരിക്കുന്നു. IPC അധികൃതരുടെ അടുത്തും പരാതി 10 വർഷമായിട്ട് ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഈ വർഷം പരാതി വേണ്ട കൂടി പറയുമ്പോൾ അതിന്റെ അടുത്തുള്ള വർഷത്തിൽ അതിനുള്ള ചെറിയൊരു കൂടുതൽ കാണിച്ച് ആ വർഷം പ്രശ്നങ്ങൾ കാണാതെ വരും. പിറ്റേ വർഷം ഈ IPCയുടെ ചിലവിൽ ചില കിണറുകളിൽ അടുത്തിടെ ക്ലോറിനേഷൻ നടത്തി. എന്നാൽ പത്തനംതിട്ട സർക്കാർ ഫുഡ് അനാലിസിസ് ലാബിൽ പരിശോധിച്ചപ്പോൾ വെള്ളം ദുർഗന്ധവും ഇല്ല. പക്ഷേ ഇരുമ്പിന്റെ അംശം കൂടുതൽ കാരണം കുടിക്കാൻ പാടില്ല എന്ന റിപ്പോർട്ട് നൽകി. ഈ വർഷത്തെ കൺവെൻഷന് മുമ്പ് IPCയുടെ കൂളറിൽ നിന്നാണ് ഇവർ കുപ്പിയിൽ കുടിവെള്ളം ശേഖരിച്ചിരുന്നത്. എന്നാൽ കൺവെൻഷൻ തുടങ്ങിയതോടെ സമീപവാസികൾക്ക് വെള്ളം നൽകാൻ സഭക്കാർ തയ്യാറായില്ല. സമീപവാസികൾ കുടിവെള്ളം നേരെ തിരുവല്ല വാട്ടർ അതോറിറ്റി ലാബിൽ എത്തിച്ചപ്പോൾ അവിടെ കണ്ടുപിടിച്ചു മലിനീകരണത്തിന്റെ യഥാർത്ഥ കാരണം. എന്നാൽ ഇത് രേഖാമൂലം നൽകാൻ അവരും തയ്യാറായില്ല. വിവിധ കെമിക്കൽ ബാക്ടീരിയൽ ടെസ്റ്റിലാണ് കുടിവെള്ളത്തിലെ മലിനീകരണം കണ്ടെത്തിയത്. ഒടുവിൽ പ്രതിഷേധവുമായി സ്റ്റേജിലെത്തുമെന്ന ഭീഷണിക്ക് ശേഷമാണ് IPCക്കാർ പൈപ്പ് ലൈനിലൂടെ വെള്ളം നൽകിയത്. ശാശ്വതമായ പരിഹാരത്തിനായി സമീപവാസികൾ നെപ്പോട്ടുമോടുമ്പോൾ സഭയും അടുത്തുള്ള മറ്റു വ്യക്തിയും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. സമീപത്തെ ഒരു വീട്ടിൽ നിന്നും താമസം മാറേണ്ട അവസ്ഥയിൽ ഇവിടുത്തെ ഒരു കുടുംബത്തിനുണ്ടായി. കാരണം കുടിവെള്ളമില്ലാതെ ഒരു മനുഷ്യന് എത്ര നാൾ കഴിയാനാകും? ഇതുവരെയുള്ള ഒരു പ്രൈവറ്റ് വഴിയിലും മലിനജലം ഒഴുകുന്നു. അടുത്തുള്ള ബാത്റൂം കോംപ്ലക്സ് ശുദ്ധീകരണ കൊട്ടാരവും കിണറ്റിലെ ജലം മലിനമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. എന്തിന്റെ പേരിലായാലും ആരായാലും പൊതുജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന പ്രവൃത്തികൾ ശിക്ഷാർഹമാണ്. ജീവജലം മലിനമാക്കാനും ആർക്കും അവകാശമില്ല. കൺവെൻഷൻ നടത്തുന്നതിലും ദൈവത്തെ സ്തുതിക്കുന്നതിലും ഈ സമീപവാസികൾക്ക് സന്തോഷമേയുള്ളൂ. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ദീർഘവീക്ഷണത്തോടെ ചെയ്യാൻ വാക്കുകൾക്കപ്പുറത്തേക്കുള്ള പ്രവൃത്തികൾ നടത്താൻ സഭയും ചുമതലക്കാരും എന്ന് തയ്യാറാകുമെന്ന ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ACB ന്യൂസ് തിരുവല്ല.